ബലാത്സംഗ പരാതിയിൽ നടൻ നിവിൻ പോളിയുടെ പരാതിയിൽ വൈകാതെ മൊഴിയെടുക്കും എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം നിവിൻ പോളി ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു. ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും യുവതിയെ കണ്ടിട്ടില്ലെന്നും ആരോപിക്കുന്നു. സമയത്ത് താൻ ദുബായിൽ ഇല്ലായിരുന്നു എന്നും വ്യക്തമാക്കിയാണ് പരാതി നൽകിയത്. അതായത് ഈ നിവിൻ പോളിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ വളരെ ബോൾഡായി മാധ്യമങ്ങളെ കണ്ട് ഇതൊരു വ്യാജ പരാതിയാണ്. പിന്നീട് നമ്മൾ കണ്ട് വിനീത് ശ്രീനിവാസനും പ്രൊഡ്യൂസർ വിശാഖ് അങ്ങനെ ഒരുപാട് ആളുകൾ നിവിൻ പോളിക്ക് പിന്തുണയുമായി വരികയും ഈ ആരോപണം ഉണ്ടായ ദിവസം നിവിൻ പോളി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു, ദുബായിൽ പോയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം യുവതി പറയുന്നത് ഇത് താന് മറ്റൊരു തീയതി ഓർമ്മിക്കാതെ പറഞ്ഞതാണ്, കൂടുതൽ പരിശോധിച്ചാൽ ഇതിന്റെ വ്യക്തത വരുമെന്നും ഈ കേസ് അട്ടിമറിക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്നുമാണ്. നവമി ദിനേശന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുക. നവമി, ഇതെന്താണ് പോലീസിന്റെ നീക്കം? മറ്റു പരാതികൾ പോലെ തന്നെ ഗൗരവമായി കാണേണ്ട ഒന്നാണ് എന്ന ഫീല് പൊതുവെ വന്നിട്ടുണ്ടോ നവമി ഈ പരാതിയുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, കൃഷ്ണേന്ദു, വെരി ഗുഡ് മോർണിംഗ്. നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട് രണ്ട് പരാതികളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. ആദ്യം ഈ പെൺകുട്ടി നൽകിയ പരാതി, അതിൽ പറയുന്നത് വിദേശത്ത് വെച്ച് നിവിൻ പോളി അടക്കമുള്ള പ്രതികൾ തന്നെ ബലാത്സംഗം ചെയ്തു, ഇതിന്റെ ദൃശ്യങ്ങൾ നിവിൻ പോളിയുടെ അടക്കം കയ്യിലുണ്ട്, അത് വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയാണ് ആദ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതിക്കാരി നൽകിയത്. അതിലെന്തായാലും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പരാതി നിവിൻ പോളി നൽകിയതാണ്. ഈ പെൺകുട്ടിയുടെ പരാതികൾക്ക് പിന്നാലെ, ഇത് വാർത്തയായതിന് പിന്നാലെ തന്നെ കൊച്ചിയിൽ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാധ്യമങ്ങളെ കണ്ടതും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിവിൻ പോളി പറഞ്ഞത് തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ്, താൻ വിദേശത്ത് പോയിരുന്നു, അതായത് താൻ ചില സിനിമയുടെ ആവശ്യങ്ങൾക്കൊക്കെ വിദേശത്ത് പോയിരുന്നു, പക്ഷെ ഈ പെൺകുട്ടിയെ തനിക്ക് യാതൊരുവിധ പരിചയവുമില്ല. ഈ പ്രതിയാക്കപ്പെട്ട 6 പേരിൽ ഒരാളെ മാത്രം തനിക്കറിയാം. ഈ പെൺകുട്ടി അടക്കം, ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു പെൺകുട്ടി അടക്കമുള്ളവരുണ്ട്, അവരെയൊന്നും തനിക്കറിയില്ല എന്ന് ആദ്യമേ തന്നെ നിവിൻ പോളി പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും അതോടൊപ്പം മുഖ്യമന്ത്രിക്കും നിവിൻ പോളി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനം, ഈ പരാതി DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിലും നിവിൻ പോളിയുടെ മൊഴി അടക്കമെടുക്കും. ഈ പരാതി നൽകുന്ന സമയത്ത് നിവിൻ പോളി തന്റെ പാസ്പോർട്ടിന്റെ കോപ്പി അടക്കമാണ് അന്വേഷണ സംഘത്തിന് നൽകിയത്. പിന്നീട് ഈ പരാതിക്കാരി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിലൊരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പെൺകുട്ടി പറയുന്ന തീയതി, അതായത് ഡിസംബർ 14, 15 തീയതികളിലാണ് വിദേശത്ത് വെച്ച് തനിക്ക് നിവിൻ പോളിയിൽ നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷേ നിവിൻ പോളി ആ തീയതികളിൽ, അതായത് ഡിസംബർ 14, 15 തീയതികളിൽ കൊച്ചിയിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസന്റെ ചിത്രത്തിലെ അഭിനയിക്കുകയായിരുന്നു. ഇത് വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി പാർവതി, ഒപ്പം നിർമ്മാതാവ് അടക്കമുള്ളവർ ഇത് തെളിയിക്കുന്ന രേഖകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും ചെയ്തിരുന്നു. എന്തായാലും നിവിൻ പോളിയെ സംബന്ധിച്ച ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്ന തീയതികൾ, അത് ആ സമയത്ത് താൻ ദുബായിലല്ല കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകൾ നിവിൻ പോളിയിലുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പെൺകുട്ടിയെ വിളിപ്പിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞത് താൻ ഉറക്കത്തിൽ പറഞ്ഞ തീയതിയാണ്, അതായത് ആ മാധ്യമത്തിന് അഭിമുഖം നൽകുമ്പോൾ താൻ ഉറക്കപ്പിച്ചിലായിരുന്നു, ആ സമയത്ത് തനിക്ക് തെറ്റിപ്പോയതാണ്, ഇത് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, അന്വേഷണ സംഘം തന്നെ കൃത്യമായിട്ടുള്ള തീയതി കണ്ടുപിടിക്കട്ടെ എന്നുകൂടി പെൺകുട്ടി പറയുന്നുണ്ട്. എന്തായാലും നിവിൻ പോളി നൽകിയ പരാതിയിലും നിവിൻ പോളിയുടെ മൊഴിയെടുക്കും. ഒപ്പം ഈ പരാതിക്കാരി നൽകിയ ഈ ഒരു പരാതിയിൽ അതിൽ ആ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും.